പകർപ്പവകാശ ലംഘനം ചൂണ്ടിക്കാട്ടി അജിത് കുമാർ ചിത്രം ഗുഡ് ബാഡ് അഗ്ലിയുടെ നിർമ്മാതാക്കൾക്ക് സംഗീത സംവിധായകൻ ഇളയരാജ വക്കീൽ നോട്ടീസ് അയച്ചിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഫോട്ടോ പോലും ഇതിൽ വെക്കുന്നില്ല, പേടിച്ചിട്ടാ. തന്റെ അനുമതിയില്ലാതെ ചിത്രത്തിൽ ഉപയോഗിച്ച 3 പാട്ടുകൾ നീക്കം ചെയ്യാനും മാപ്പ് പറയാനും 5 കോടി രൂപ നഷ്ടപരിഹാരം നൽകാനും ആവശ്യപ്പെട്ടായിരുന്നു നിർമ്മാതാക്കളായ മൈത്രി മൂവി മേക്കേഴ്സിന് നോട്ടീസ് അയച്ചത്. ആവശ്യം 7 ദിവസത്തിനുള്ളിൽ അംഗീകരിച്ചില്ലെങ്കിൽ നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നാണ് ഇളയരാജയുടെ മുന്നറിയിപ്പ്. ഇളയരാജയുടെ വക്കീൽ നോട്ടീസ് വലിയ ചർച്ചകൾക്ക് വഴിയൊരുക്കിയിരിക്കുകയാണ്. നേരത്തെ മലയാള ചിത്രം മഞ്ഞുമ്മൽ ബോയ്സിനെതിരെയും ഇളയരാജ രംഗത്തെത്തിയിരുന്നു. ഗുണ എന്ന കമൽഹാസൻ ചിത്രത്തിലെ കൺമണി അൻപോട് എന്ന ഗാനം ചിത്രത്തിലെ നിർണായക രംഗത്തിൽ ഉപയോഗിച്ചിരുന്നു. നിർമ്മാതാക്കളിൽ നിന്ന് നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടായിരുന്നു നോട്ടീസ്. പിന്നാലെ 60 ലക്ഷം രൂപയോളം മഞ്ഞുമ്മൽ ബോയ്സ് നിർമ്മാതാക്കൾ ഇളയരാജയ്ക്ക് നൽകിയതായി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. നേരത്തെ രജനികാന്ത് ചിത്രം കൂലിയുടെ നിർമ്മാതാക്കളിൽ നിന്നും ഇളയരാജ റോയൽറ്റി തേടിയിരുന്നു. ഇതിനെല്ലാം ശേഷം പകർപ്പവകാശത്തെക്കുറിച്ച് സംഗീത സംവിധായകൻ ദേവയുടെ വാക്കുകൾ വീണ്ടും ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ്. തമിഴിലെ ഹിറ്റ് ചിത്രങ്ങൾക്ക് പാട്ടൊരുക്കിയ ദേവ മലയാളം, തെലുങ്ക്, കന്നഡ ഭാഷകളിലും സംഗീത സംവിധാനം ചെയ്തിട്ടുണ്ട്. രജനികാന്ത് ചിത്രം ഭാഷയിലൂടെ ശ്രദ്ധേയനായ ദേവ 1996 ഒറ്റ വർഷം 36 ചിത്രങ്ങൾക്കായിരുന്നു പാട്ടൊരുക്കിയത്. പ്രഭുദേവ നായകനായ ഏഴയിൽ സിരിപ്പിൽ എന്ന ചിത്രത്തിലെ കറു കറു കറുപ്പായി എന്ന ദേവയുടെ പാട്ട് വിജയുടെ ലിയോ എന്ന ചിത്രത്തിൽ പുനരുപയോഗിച്ചിരുന്നു. അതിന്റെ പശ്ചാത്തലത്തിൽ ഒരു തമിഴ് യൂട്യൂബ് ചാനലിൽ നിന്ന് നൽകിയ അഭിമുഖത്തിൽ റോയൽറ്റിയുമായി ബന്ധപ്പെട്ട് ചോദ്യത്തിനുള്ള മറുപടിയുമായി വന്നിരിക്കുകയാണ് ദേവ. കോപ്പിറൈറ്റ് അവകാശപ്പെട്ടാൽ പണം വരും, ആളുകൾ എന്നെ അറിയില്ല, ഞാനിപ്പോൾ തിരിച്ചു വരുന്നു, 2K കിഡ്സ് പോലും എന്നെ അറിയാം, അതാണ് പ്രധാനം എന്ന് ഞാൻ വിചാരിക്കുന്നു. കറു കറു കറുപ്പായി കേട്ട് ഇവരാണ് സംഗീതം ചെയ്തത് എന്ന് പറയുമ്പോൾ എന്നെ ഒരു കുട്ടിക്ക് പോലും തിരിച്ചറിയാൻ പറ്റും. അത് എത്ര കോടി രൂപ നൽകിയാലും കിട്ടാത്ത അംഗീകാരമാണ്. വരുന്ന തലമുറകളും എന്നെ തിരിച്ചറിയണം, സംഗീത സംവിധായകനായി അടയാളപ്പെടുത്തണം, അത്രയേയുള്ളൂ എന്നായിരുന്നു ദേവയുടെ വാക്കുകൾ. ഇളയരാജ വീണ്ടും പകർപ്പവകാശം അവകാശപ്പെട്ട് രംഗത്തെത്തിയതോടെ സമൂഹ മാധ്യമങ്ങളിൽ ദേവയുടെ ഈ വാക്കുകൾ വീണ്ടും ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് എന്താണ് ഈ പകർപ്പവകാശ ലംഘനത്തെ പറ്റി പറയാൻ? നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെയാണെങ്കിലും കമന്റ് ബോക്സിൽ കമന്റായി രേഖപ്പെടുത്താൻ മറന്നു പോകണ്ട. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണുന്നത് വരെ ബൈ ബൈ. Hey, it's Golden Pen, you know the name. Click subscribe and join the game. Video shining like a gem, let's make memories again.